വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാൻ ഇന്ന് ആശുപത്രി വിട്ടേക്കും. അഫാനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ്. കസ്റ്റഡിയിൽ ലഭിച്ചാലുടൻ കൊലപാതകം നടന്ന വീടുകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മറ്റ് കേസുകളിൽ കൂടി അഫാന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, ഇപ്പോൾ ഏത് കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഈ അഫാന്റെ ചോദ്യം ചെയ്യലിൽ കൂടി മാത്രമായിരിക്കും കൂടുതൽ ചിത്രം തെളിയുക എന്ന് തോന്നുന്നു. നിലവിൽ പോലീസിന്റെ ഒരു നിഗമനം എന്താണ്? ഈ സാമ്പത്തിക ബാധ്യത എന്നുള്ള കാര്യം പ്രതി പറയുമ്പോഴും അത് പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ പോലീസ്? ലക്ഷ്മി, നിലവിൽ പ്രതി പറഞ്ഞിട്ടുള്ള കടബാധ്യത എന്ന പ്രശ്നം തന്നെയാണ് പോലീസ് അന്വേഷണത്തിന്റെ പരിധിയിൽ പ്രധാനമായും കൊണ്ടുപോകുന്നത്. അതായത് നിലവിൽ ഈ പ്രതി സൂചിപ്പിച്ച കാര്യങ്ങളിലെ കടബാധ്യത അത് പരിശോധിച്ച സമയത്ത് ബന്ധുക്കളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയ ഘട്ടങ്ങളിലൊക്കെ കടബാധ്യത എന്ന് പറയുന്നത് സ്ഥിരീകരിക്കുന്ന കാര്യമാണെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഒപ്പം തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള പിതാവ് റഹീമിന്റെ മൊഴി കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലും ഈ കടബാധ്യതയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ പ്രതി അഫാനെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും. അഫാന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഈ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശം വന്നതിനെ തുടർന്നാണ് ജയിലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ നേരത്തെ ആശുപത്രിയിലെത്തി മജിസ്ട്രേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് സൽമാ ബീവിയുടെ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ മറ്റ് കേസുകളിൽ കൂടിയുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടി വരും. ഈ ഉമ്മയുടെ മൊഴി കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് രണ്ടാമതും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പോലീസ് ഉൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്താനിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഈ മകൻ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ കൃത്യമായ വിവരം ഈ മാതാവിൽ നിന്ന് മജിസ്ട്രേറ്റിന് ഉൾപ്പെടെ മൊഴിയായിട്ട് നൽകിയിരിക്കുന്നത് മകൻ അത്തരത്തിൽ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുൾപ്പെടെ കേസിനെ ഏത് തരത്തിൽ ബാധിക്കും എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. മാത്രമല്ല ഈ പിതാവിന്റെ മൊഴി കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ സൗദിയിൽ ബിസിനസ് ഒക്കെ ചെയ്ത് അത് തകർന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്ന് അദ്ദേഹത്തിൽ നിന്നുൾപ്പെടെ വിവരം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ചിട്ടിയും കടം വാങ്ങിയ പൈസയൊക്കെ കൊണ്ടാണ് പിന്നീട് കുടുംബം മുന്നോട്ടേക്ക് പോയതെന്ന് അഫാൻ പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട്. പക്ഷെ കടബാധ്യത മാത്രമല്ല, അതിനിടയിൽ ഈ കടത്തിനിടയിൽ അഫാന്റെ ആഡംബര ജീവിതം കൂടി ഇത്തരത്തിൽ ഈ കടം പെരുകാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നടക്കമുള്ള മൊഴികളും കാര്യങ്ങളും ഒക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ അപേക്ഷ നൽകും. പ്രതിയെ ജയിലിലേക്ക് മാറ്റിയാൽ ഉടൻ തന്നെ അതിനുശേഷം ഈ കൊലപ്പെടുത്തിയ വീടുകളിൽ എത്തിച്ച് കൃത്യമായ തെളിവെടുപ്പ് ഉൾപ്പെടെ പോലീസ് നടത്തുകയും ചെയ്യും. പിന്നെ ഡിജിറ്റൽ ഈ ചികിത്സയിൽ കഴിയുന്ന ഷെമി, അഫാന്റെ ഉമ്മ, ഈ ചിത്രം കൃത്യമായി അവർക്ക് കിട്ടിയിട്ടില്ല, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അത് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? അവരിപ്പോൾ പറയുന്ന മൊഴി അത് വാസ്തവമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപക്ഷെ ഈ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അറിയുമ്പോൾ അവർ സത്യം തുറന്നു പറയുമായിരിക്കും. ആ നിലയിലേക്ക് പോലീസ് നീക്കം നടത്തുന്നുണ്ടോ അഞ്ജു? ലക്ഷ്മി, അതായത് ഈ ഷെമിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാണ് ഈ ബന്ധുക്കളും ഡോക്ടർമാരും ഒപ്പം അന്വേഷണ സംഘവും നടന്ന കാര്യങ്ങളെ മുഴുവനായിട്ട് ഈ ഷെമിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാത്തത്. കാരണം ഈ ഘട്ടത്തിലാണ് മരുന്നുകളോടൊക്കെ പ്രതികരിച്ച് ചെറിയൊരു ആരോഗ്യസ്ഥിതി ഒന്ന് ചെറിയ രീതിയിലേക്ക് മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ. സംസാരിക്കാനുള്ളതിലൊക്കെ അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ ചെറിയ രീതിയിലൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് വരുന്ന ഒരു ഘട്ടമാണുള്ളത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത് ഈ അതായത് ഈ കണ്ണ് തുറന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഏറ്റവും ഇളയ മകനെയാണ് ഈ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ബന്ധുക്കളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് മറ്റ് വീടുകളിലേക്ക്, അതായത് പരീക്ഷ അടുത്തത് കൊണ്ട് തന്നെ ബന്ധു വീട്ടിലേക്ക് മാറ്റി നിർത്തിയെന്നാണ്. ഇന്നലെ റഹീം ഉൾപ്പെടെ ഈ പിതാവ് ഉൾപ്പെടെ വന്ന ഘട്ടത്തിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇളയ മകനെ കുറിച്ച് തന്നെയാണ്. അപ്പോഴും പറഞ്ഞിട്ടുള്ളത് പരീക്ഷ
സുരക്ഷയായതുകൊണ്ട് മകനെ കൊണ്ടുവരാൻ സാധിക്കാത്തതാണ് എന്നത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും ആ അമ്മ കരുതുന്നത് തനിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അപകടം പറ്റിയിട്ടുള്ളൂ എന്നത് മാത്രമാണ്. മറ്റുള്ളവർക്ക് സംഭവിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പറയണ്ട എന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ബന്ധുക്കളും ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരും അക്കാര്യങ്ങളെ കുറിച്ച് തിരക്കാത്തതും പറയാത്തതും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മാനസികാരോഗ്യം കൂടി പരിഗണിച്ചു ആണ് ഇപ്പോൾ അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ചും ഈ ഷെമിയോട് പറയാത്തത്. കാരണം താടിയെല്ല് ഉൾപ്പെടെ വലിയ തരത്തിൽ പൊട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. ഈ തലയിൽ ഇപ്പോഴും നീര് കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അത് വന്ന ദിവസത്തിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ ആരോഗ്യം നല്ല രീതിയിലേക്ക് ഓക്കെ ആവുകയാണെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി പോലീസ് വിശദമായിട്ടുള്ള മൊഴി എടുക്കാൻ വേണ്ടി ശ്രമിക്കുമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഉമ്മ ഇതൊക്കെ താങ്ങുക, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക എന്നതിനെ കുറിച്ച് ഇപ്പോഴും നമുക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ ഘട്ടത്തിലായതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും മകനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മൊഴി ആ ഉമ്മ നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പിതാവ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.